കഴിഞ്ഞില്ല. രാധയുടെ വരവേ അടച്ച പഴയ അധ്യായങ്ങളൊക്കെ വീണ്ടും തുറക്കാനാണെങ്കിലോ? ഇത്രയും വർഷം തൃപ്പങ്ങോട്ട ഉത്സവം മുടങ്ങിക്കിടന്നത് എന്തുകൊണ്ടാ? ഈ മണ്ണിൽ അവൾക്ക് കാലുകുത്താൻ ധൈര്യമില്ലാത്തതുകൊണ്ട്. പണ്ട് ചെയ്യാൻ പേടിച്ചിരുന്ന പല കാര്യങ്ങളും വീണ്ടും ചെയ്യാൻ അവൾക്ക് ധൈര്യം കിട്ടിയെന്ന്. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ. നമുക്കെന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. അവളുടെ ആ ധൈര്യമേ നമുക്ക് അപകടം ഉണ്ടാക്കൂ രുക്മിണി. നമ്മുടെ മകന് നേരെ വരണമാല്യം എറിയാനും ചിലപ്പോ രാധ ഇനി ധൈര്യപ്പെട്ടെന്ന് വരാം. മാത്രമല്ല, അവള് നാട്ടിൽ തിരിച്ചെത്തിയെന്നറിഞ്ഞ അവന്റെ മനസ്സിൽ ചാരം മൂടിക്കിടന്ന പഴയ പ്രേമത്തിന്റെ കനലുകൾ തെളിഞ്ഞു കത്തും. അതെല്ലാം അവസാനം ചെന്നെത്തുന്നത് എവിടെയാണെന്ന് അറിയാലോ. മേഘനാഥൻ എന്ന കാലന്റെ കൊലക്കത്തിക്ക് കീഴിലേക്ക്. അതാണ് പ്രശ്നവും. ഇതൊക്കെ കേൾക്കുമ്പോഴേ ആകെ ആദ്യ പിടിക്കുകയാണല്ലോ എന്റെ ഈശ്വര. ഇതിപ്പോ നാട്ടുകാർ തീരുമാനിച്ച് നടത്തുന്ന ഉത്സവമല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. ഇത്രയും നേരം ഞാനും അത് തന്നെ ആലോചിച്ചത്. ഏതായാലും ഒരു കാര്യം എനിക്ക് തീർച്ചയാ, ഇപ്പോ കാര്യങ്ങൾ നമ്മുടെ കയ്യില. രാധ തൃപ്പങ്ങോട്ടേക്ക് തിരിച്ചു വരികയും പ്രസാദ് അത് അറിയുകയും ചെയ്താൽ മാത്രമേ ഉള്ളൂ പ്രശ്നം. അതിനു മുമ്പായി ഇത് നമ്മൾ കൈകാര്യം ചെയ്യണം. എങ്ങനെ? പ്രസാദിന്റെ വിവാഹം നടത്തണം. തൃപ്പങ്ങോട്ടെ ഈ പൗർണമി ഉത്സവത്തിന് മുമ്പ് തന്നെ. അതിന് ഇനിയിപ്പോ ഒരുപാട് ദിവസങ്ങളൊന്നുമില്ലല്ലോ. കാര്യങ്ങളൊക്കെ ഇങ്ങ് അടുത്തില്ലേ? അത് സാരമില്ല. എന്തു വില കൊടുത്തും ഇപ്പൊ നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നീട് എത്ര ആലോചിച്ചിട്ടും ഫലമില്ലാതായി പോവും. എന്താ ചന്ദ്രേട്ടന്റെ മനസ്സില്? എനിക്ക് ചില തീരുമാനങ്ങളുണ്ട്. ഉടനെ നമുക്ക് മക്കളുടെ അടുത്തുവരെ പോണം. നാളെ തന്നെ. എന്തായാലും ഇതിപ്പോ ആരതിയുടെ മുരളിയുടെ ഭാഗ്യമാണെന്ന് ഞാൻ പറയും. പഠിച്ചിറങ്ങിയ ഉടനെ ആ സ്ഥാപനത്തിൽ ജോലി കിട്ടുക എന്നുള്ളത് ചില്ലറ കാര്യമാണോ? ആരതി ചേച്ചിക്ക് റാങ്ക് കിട്ടിയതല്ലേ? വേറെയും സ്ഥാപനങ്ങളില് കൂടുതൽ ശമ്പളത്തിന് ജോലി കിട്ടാൻ നല്ല സാധ്യതയുണ്ടായിരുന്നു. ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പോരായിരുന്നോന്നാ ഞാൻ ചോദിക്കുന്നത്. അതിപ്പോ ഇന്നലെ വിളിച്ചിട്ട് ഇന്ന് ജോയിൻ ചെയ്യാനല്ലേ പറയുന്നേ. വേണോ വേണ്ടെന്ന് തീരുമാനിക്കാൻ പോലും സമയം കിട്ടിയില്ല. ഒരു ജോലി കിട്ടുമ്പോ അത് വേണ്ടാന്ന് വെക്കുന്നത് മണ്ടത്തരമാണെന്നേ. ഇതിപ്പോ ഒരുപാടൊന്നും ഇല്ലെങ്കിലും തെറ്റില്ലാത്ത ശമ്പളവും പറയുന്നില്ലേ. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ പഠിക്കണമെന്നുണ്ടായിരുന്നു. ജോലി ചെയ്തുകൊണ്ടും പഠിക്കാലോ. കഴിവും മനസ്സും ഉണ്ടെങ്കിൽ സാധിക്കാത്ത എന്താ ഈ ലോകത്ത്? ആണോ? എങ്കിൽ പിന്നെ കഴിവും മനസ്സും വെച്ച് പഠിച്ചൂടായിരുന്നു ഇയാൾക്ക്. ഈ ഓട്ടോയും തള്ളിക്കൊണ്ട് നടക്കേണ്ടി വരില്ലായിരുന്നല്ലോ. അയ്യോ, അതും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ ഇനി വഴക്കിടല്ലേ. രാവിലെയുള്ള മൂടും പോവും. അതെ അതെ, വേഗം കഴിക്ക്. അല്ല, ഈ അഞ്ജലി ഇവിടെ പോയി കണ്ടില്ലല്ലോ. ഈശ്വര, എന്റെ കൃഷ്ണനെ കാണുന്നില്ലല്ലോ. എവിടെ പോയി? ആരതി, ആര്യേ, ആരതി, ആര്യേ. ചേച്ചിയല്ലേ വിളിക്കുന്നേ? ആരതി, ആര്യേ, ഇങ്ങ് വന്നേ. എന്നെയും വിളിക്കുന്നുണ്ടല്ലോ. എന്താണോ ഇന്നത്തെ പുകില്? ശബ്ദം അത്ര സുഖത്തിലല്ലല്ലോ. ആരതി, കഴിച്ചില്ലല്ലോ മോളെ. ആര്യേ. മതി പുഷ്പം ചേട്ടാ, എനിക്ക് മതി. എന്താ നോക്കട്ടെ. എടി ആരതി, ആര്യേ, എവിടെ പോയി കിടക്കുന്ന ഇതുങ്ങളും? വലിയച്ചി വിളിച്ചോ?
എത്ര പ്രാവശ്യം വിളിച്ചു. നീയൊക്കെ ഇത് എവിടെ പോയി കിടക്കായിരുന്നു? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമായിരുന്നു. എനിക്ക് ജോലിക്ക് പോണ്ടേ, ഇന്ന് ജോയിൻ ചെയ്യുന്ന ദിവസം. ഓഹോ, അപ്പൊ നീയോ? ഞാനും കഴിക്കായിരുന്നു വലിയച്ചി. എനിക്ക് ക്ലാസ് ഉള്ളതല്ലേ ഇന്ന്. ശരി ശരി, എന്തെങ്കിലും ആവട്ടെ. നിങ്ങളിൽ ആരാ ഈ അലമാര തുറന്നത്? ആദ്യം അത് പറ. അയ്യോ, ഞാൻ തുറന്നിട്ടില്ലല്ലോ. ഞാൻ ഈ മുറിയിൽ കയറാറ് പോലുമില്ല, പിന്നെ എങ്ങനെയാ തുറക്കുന്നേ? അത് ശരി. അപ്പൊ ആരും കയറാതെയും തുറക്കാതെയും എങ്ങനെ അലമാരയ്ക്ക് എത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ കാണാതാവുന്നത്? ഞാനൊന്നും എടുത്തിട്ടില്ല. ചേച്ചി എടുത്തതാരാന്ന് വെച്ചാ അവരോട് പോയി ചോദിക്കും. ദേ ആരതി, എന്തെങ്കിലും ചോദിക്കുമ്പോ മെക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ. ആരാ മെക്കിട്ട് കയറുന്നേ? ചേച്ചിയുടെ മുറിയിൽ കയറി മോഷണം നടത്തുന്നതാണോ എന്റെ പണി? അതിന് മോഷ്ടിച്ചു എന്ന് വലിയച്ചി പറഞ്ഞില്ലല്ലോ. പിന്നെ ചോദിക്കാതെയും പറയാതെ ഒരാളുടെ അലമാര ഇരിക്കുന്ന സാധനം എടുത്തോന്ന് ചോദിച്ചാ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ മോഷ്ടിച്ചു എന്ന് തന്നെയാ. നീ ഇപ്പൊ എന്ത് വിചാരിച്ചാലും വ്യാഖ്യാനിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരും എന്റെ അലമാര തുറക്കില്ല. മര്യാദയ്ക്ക് എടുത്ത സാധനം എനിക്ക് തിരിച്ചതാ. അത് കഴിഞ്ഞു മതി സംസാരം. ആഹാ, ദേ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ചേച്ചി ചോദിക്കുന്ന എന്താന്ന് വെച്ചാ നീ തന്നെ അങ്ങ് എടുത്തു കൊടുത്തേക്ക്. എന്താ ഇവിടെ പ്രശ്നം? ചേച്ചിയുടെ അലമാരയിലിരുന്ന് വില പിടിച്ച എന്തോ ആരോ മോഷ്ടിച്ചത്. മോഷ്ടിച്ചെന്നോ? വെറുതെ ആവശ്യമില്ലാത്ത വർത്തമാനം പറയല്ലായിരുന്നേ. ഞാനല്ല, ചേച്ചി തന്നെയാ പറഞ്ഞത്. പുഷ്പൻ ചേട്ടാ അങ്ങോട്ട് ചോദിക്കും. എന്താ കാണാതെ പോയത്? അത് ഒരു പാവയാ, കൃഷ്ണന്റെ പാവ. പാവയോ? ഞാൻ വിചാരിച്ച് വിലപിടിപ്പുള്ള വല്ല സ്വർണ്ണമോ പണമോ മറ്റോ ആയിരിക്കുമെന്ന്. ഇതിപ്പോ ഇതും വില പിടിച്ചത് തന്നെയാ. സ്വർണവും പണവും മാത്രമല്ല, അതിനേക്കാളും വില പിടിച്ച പലതും ഉണ്ട്. എനിക്ക് ആ പാവ ഇപ്പൊ കിട്ടിയേ പറ്റൂ. അത് ആരെടുത്താലും ശരി. പാവ എന്നൊക്കെ പറയുമ്പോ മുതിർന്നവരാരും ആയിരിക്കില്ല എടുത്തത്. ആ അച്ചു, മോനെ അച്ചൂട്ടാ, എന്താ പുഷ്പനങ്ങൾ? മോനിങ്ങി വന്നേ, ചോദിക്കട്ടെ. വരുന്നു. ഇതെന്താ ഗുരുതര പ്രശ്നം വല്ലതും ആണോ? ഒരേ ബഹളമാണല്ലോ. ആ എന്തെങ്കിലും ആവട്ടെ, എനിക്ക് രാവിലെ ഓട്ടം ഉള്ളതാ. എന്താ വിളിച്ചത്? അത് നീ അലമാരയിൽ എന്തെങ്കിലും എടുത്തോ? ഇല്ലല്ലോ. സത്യം പറഞ്ഞോണം. ഇല്ലെന്നേ. മോൻ ഇതിനകത്തിരുന്നൊരു പാവ എടുത്തായിരുന്നു എന്നാ അമ്മ ചോദിച്ചത്. ഒരു കൃഷ്ണന്റെ പാവ. എന്താ അച്ചു മറുപടി പറയാത്തെ? അത് ഞാൻ എടുത്തതാണല്ലോ. ആരോട് ചോദിച്ചിട്ട്? ആ അത് കുട്ടിയല്ലേ അഞ്ജലി, പാവ കണ്ട കൗതുകം തോന്നാതിരിക്കുവോ? എന്നിട്ട് മോനാ പാവ എവിടെയാ വെച്ചത്? ഞങ്ങളാരും കണ്ടില്ലല്ലോ. അത് ഞാൻ എടുത്തു തരാം. ആ എന്തിനാണ് നീ അലമാര തുറന്നത്? ആരോട് ചോദിച്ചിട്ടാ ഇതെടുത്ത് താഴെ ഇട്ടതെന്ന്? അത് ആചാര്യന്റെ പ്രതിമയാണെന്ന് വിചാരിച്ചിട്ട്. ആവശ്യമില്ലാത്ത ഓരോന്ന് ചെയ്തിട്ട് ഓരോ കള്ളത്തരങ്ങൾ പറയുന്നോ? മേലിൽ ചോദിക്കാതെയും പറയാതെയും ഓരോന്ന് ചെയ്യോ നീ? എടാ ചെയ്യുന്നോ? വിടുവോളെ, വിട്. പാവ കിട്ടിയില്ലേ, ഇനി എന്തിനാ ഉപദ്രവിക്കുന്നത്? സാരമില്ല അച്ചോ, പോട്ടെ. പോയി ബാഗൊക്കെ എടുത്തു വെക്ക്, ക്ലാസ്സിൽ പോണ്ടേ? ആ നിങ്ങളും ചെല്ല്, ജോലിക്കും കോളേജിലൊക്കെ പോകേണ്ടവരല്ലേ, ചെല്ല്.
അത് വെറും ഒരു പാവയല്ലേ മോളെ. എന്താ ഇതിന് ഇത്രയും വലിയൊരു പ്രത്യേകത? നിനക്കെന്താ ഇത്രയും വലിയൊരു ടെൻഷൻ? അല്ല, അച്ഛനെയോ ആ കുട്ടിയുടെയോ ആവശ്യമില്ലാതെ മോൾ ഇതുവരെ ഒന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. എന്ത് അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. അതേ മോള് തന്നെ ഒരു പാവയ്ക്ക് വേണ്ടി വഴക്കിടുന്നത് കണ്ട് ഞാൻ ചോദിച്ചതാ, വേറൊന്നും വിചാരിക്കരുത്. ഇതിന്റെ പിന്നെ പുഷ്പൻ ചേട്ടൻ അറിയാഞ്ഞിട്ട് എന്റെ ജീവനേക്കാൾ വിലയുണ്ട് ഈ കൃഷ്ണന്. ആ എന്തെങ്കിലും ആവട്ടെ. ആ സീതമ്മ മാർക്കറ്റിലേക്ക് വരുമെന്നാ പറഞ്ഞത്. അച്ഛനെ സ്കൂളിലാക്കിയിട്ട് മോളെ കൊണ്ട് ചെല്ലണേ, താമസിക്കണ്ട. ഒന്ന് വേഗം വാ, നിന്നെ കൊണ്ടുപോയി വിട്ടിട്ടോടാ എനിക്ക് ഓടാൻ പോവാൻ. എന്തിനെങ്കിലും ശ്വാസം മുട്ടിക്കുന്നേ? എനിക്കത്ര ധൃതി വെക്കേണ്ട കാര്യമൊന്നുമില്ല. 10 മണിക്ക് ജോയിനിങ് ടൈം. അപ്പ എത്തിയാൽ മതി അവിടെ. ആ അത് നിനക്ക്. അതുവരെ കാത്തു നിന്നല്ലേ കഞ്ഞിപിടി കൂട്ടുന്നത് എനിക്ക്. പിന്നെ ഈ മൂട്ട വണ്ടി കിടന്ന് ഓടിയിട്ട് വേണ്ടേ ഈ വീട്ടിലെല്ലാരും കഞ്ഞി കുടിക്കാൻ? ആഴ്ചയിൽ 1 കിലോ അരിക്കുള്ള വില ദാ ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നന്നായിരുന്നു. ആരതി, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാ എന്റെ ഓട്ടോയെ കളിയൊക്കെ ഒന്ന് പറയരുതെന്ന്. പിന്നെ പറഞ്ഞ എന്ത് ചെയ്യുകയാണ്? എന്നും ഭയങ്കര തിരക്കും ഓട്ടോവാ. കിട്ടുന്നത് മുഴുവൻ എഞ്ചിൻ പണി, ടയറ് മാറൽ, ബ്രേക്ക് നന്നാക്കൽ എന്നൊക്കെ പറഞ്ഞ് ഈ പാട്ട വണ്ടി തന്നെ തിന്ന് തീർക്കും. എന്നിട്ട് എല്ലാവരും കാണുമ്പോ കൈ നീട്ടി സല്യൂട്ട് അടിക്കണം. സൂപ്പർ ഫാസ്റ്റ് എക്സിക്യൂട്ടീവ് ഡീലക്സ് ലക്ഷറി വണ്ടിയല്ലേ ഇത്? കളിയാക്കടി, കളിയാക്ക്. എല്ലാത്തിന്റെ ലാഭവും ഗുണവും മാത്രം നോക്കി ജീവിക്കുന്ന നിനക്കൊക്കെ ഇങ്ങനെ പലതും തോന്നും. പറഞ്ഞിട്ട് കാര്യമില്ല. ഷെടാ, ഞാൻ എന്ത് ഗുണം നോക്കിയെന്നായി പറയുന്നേ? അതൊന്ന് വിശദീകരിച്ച കൊള്ളായിരുന്നു. അഥവാ അങ്ങനെ ഗുണവും ലാഭവും നോക്കുന്നവളായിരുന്നു ഈ ആരതിയെങ്കില് ആദ്യം കളയേണ്ടത് നിങ്ങളെയായിരുന്നു. അറിയാവോ നിങ്ങക്ക്? കിടന്ന് അലറണ്ട. ഇത് കണ്ടോ, നിങ്ങൾ എന്റെ കഴുത്തിൽ കെട്ടി ഈ കുരുക്കില്ലേ? ഇത്രയും ഗുണവും പ്രയോജനവും ഇല്ലാത്ത മറ്റൊരു വസ്തുവും എന്റെ ലൈഫിലില്ല. നിങ്ങൾ എന്റെ കഴുത്തിൽ കെട്ടിയത് താലിയല്ല, കൊലക്കയറാ, കൊലക്കയർ. ആരതി, നീ വെറുതെ താലി തൊട്ട് കളിക്കണ്ട. കളിച്ചാൽ എന്താ നിങ്ങക്ക്? എന്താ ഇത്രയ്ക്ക് ഈ താലിക്ക് പ്രത്യേകത എന്ന് മനസ്സിലായില്ല? ഓ, ഓട്ടോ ഡ്രൈവർ മുരളി ആരും അറിയാതെ ഇത് എന്റെ കഴുത്തിൽ കെട്ടിയെന്നതായിരിക്കും. അതേടി, അത് തന്നെ. രഹസ്യമായിട്ടാണെങ്കിലും അന്ന് ഞാൻ നിന്റെ കഴുത്തിൽ കെട്ടിയില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു നിന്റെ ജീവിതം കോഞ്ഞാറ്റേ ആവുന്നത്. മുരളി, അച്ഛൻ എന്താടാ മുരളി ഞാനീ കേട്ടത്? എടാ എന്താണെന്ന്? നീ കെട്ടിയ താലിയാണോ ഇവളുടെ കഴുത്തിൽ കിടക്കുന്നത്? എടാ ആണോന്ന്? നീ മറക്കാൻ നോക്കണ്ട. അമ്മേ, അത് എനിക്ക് സംസാരിക്കാനുള്ളത് നിന്നോടല്ല, എന്റെ മകനോടാ. അച്ഛൻ ചോദിച്ചത് കേട്ടില്ലേ? ഉത്തരം പറയടാ. നീ ഇവിടെ താലി കെട്ടിയോന്ന്? എടാ നിന്നോട് ചോദിച്ചേ. അമ്മേ, അത് ഒരു പ്രത്യേക സാഹചര്യത്തില് എനിക്ക് ഞാനേ വെക്കരുത്, ഒളിക്കുകയും മറയ്ക്കുകയും ചെയ്യരുത്. തന്റെ ഇടത്തോടെ വേണം പറയാൻ. പറ, നീ ചെയ്തോന്ന്?
ചെയ്തു. ഞാൻ കെട്ടി താലി ചെയ്ത് എൻ്റെ ഭാര്യ ആരതി. ഇത്രയും കാലം ഞങ്ങളെ വിഡ്ഢിവേഷം കെട്ടിക്കായിരുന്നല്ലേ? അച്ഛാ, അത് ഞാൻ മിണ്ടരുത് നീ. ഞങ്ങളെ മണ്ടരാക്കിയിട്ട് നാടകം കളിക്കായിരുന്നല്ലേ? ഞങ്ങൾ എന്താണ് നിന്റെയൊക്കെ കളിപ്പിള്ളയാ? നിന്നെയൊക്കെ വളർത്തി ഇത്രയും ആക്കിയതിന് തള്ളയും തന്തയും തന്നെ മണ്ടരാക്കണോ അല്ലേ? എന്റെ പൊണ്ണു ചന്ദ്രേട്ടാ, ഒന്ന് മതിയാക്ക്. കുറെ നേരം ആയല്ലോ. രണ്ടെണ്ണവും മിണ്ടരുത്. നിങ്ങൾ എല്ലാരും കൂടി ചേർന്നായിരുന്നല്ലടാ ഈ കളിയൊക്കെ. ജനിപ്പിച്ച തന്തയും തള്ളയും വിഡ്ഢികളാക്കാൻ നീയൊക്കെ കൂട്ടുനിന്നു. എന്റെ പൊന്നു ചന്ദ്രേട്ടാ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. എല്ലാം പറഞ്ഞു കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവൂ. തൽക്കാലം ഒന്ന് ക്ഷമിക്ക്. കൈ കൂപ്പാ ഞാൻ. പുതിയൊരു ജോലിക്ക് ജോയിൻ ചെയ്യാൻ നല്ലൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു വരാ ഇവര്. സമയം കളയാതെ അവര് പോയി വരട്ടെ. ചന്ദ്രേട്ട ഒന്ന് അകത്തേക്ക് വാ. വാ, സമാധാനമായിട്ട് നമുക്ക് സംസാരിക്കാം. ആ ഹരി, അച്ഛനമ്മയെ കൊണ്ട് നീ അകത്തേക്ക് പോ. വാന്ന് നമുക്ക് സംസാരിക്കാം. ഇവര് പോയാൽ ഇങ്ങോട്ട് തന്നെയല്ലേ തിരിച്ചു വരുന്നത്? അമ്മ ഒന്ന് പറ, അവര് പോയിട്ട് വരട്ടെ. വാ ചന്ദ്രേട്ടാ. എന്നാ നിങ്ങൾ വാങ്ങിച്ചല്ലേ. ഓ, പറ പുഷ്പ, എന്താ നിങ്ങൾക്ക് ഇനി പറയാനുള്ളത്? എന്റെ മകൻ എന്നെ ചതിച്ചതിനെ കുറിച്ചുള്ള നിന്റെ ന്യായം കേട്ടിട്ട് വേണം ഇനി എന്ത് വേണമെന്ന് എനിക്ക് തീരുമാനിക്കാൻ. അത് ചന്ദ്രേട്ടൻ ഇങ്ങനെ കാര്യങ്ങൾ വൈകാര്യമായി എടുക്കരുത്. എല്ലാവരും ഓരോരോ സാഹചര്യങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും അല്ലേ കടന്നു പോകുന്നത്. അതിപ്പോ മാതാപിതാക്കളായാലും മക്കളായാലും. പുഷ്പന് മക്കളുണ്ടോ? ഇല്ലല്ലോ. അയ്യോ ഇല്ല, ഞാൻ കല്യാണം കഴിച്ചിട്ട് പോലും ഇല്ല. അതാണ്. മക്കളെ ജനിപ്പിച്ച് വളർത്തുമ്പോഴേ നിനക്ക് ആ വികാരം എന്തെന്ന് മനസ്സിലാവൂ. ഇപ്പോഴല്ലേ തടിയും പൊക്കമൊക്കെ വെച്ച് ഇവനൊക്കെ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുന്നേ. ഇതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാലമുണ്ട്. ദേ ഇത്രയുമുള്ള കൈക്കുഞ്ഞായിട്ട് ആ പരുവത്തില് എന്തിനും ഏതിനും തുള്ളകീറി കരയാൻ മാത്രമേ അറിയാവൂ. വിശന്നാലോ അസുഖമാണെങ്കിലോ എന്തിന് ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ പോലും കാറി വിളിച്ച് നമ്മുടെ സ്വസ്ഥത കളഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ ഓരോ കരച്ചിലും എന്തിനാണെന്നും ഏതിനാണെന്നും ഊഹിച്ചും അറിഞ്ഞും നോക്കിയും കണ്ടും പരിഹരിച്ചു കൊടുത്താ നമ്മൾ മക്കളെ വളർത്തിയത്. അതിനു പിന്നിലുള്ള ഉറക്കമിളപ്പും അധ്വാനവും കഠിന പ്രയത്നങ്ങളുമൊക്കെ എത്രയാണെന്ന് ആ കുഞ്ഞുങ്ങൾക്കറിയില്ല. അവരവർക്ക് മക്കളുണ്ടാവുന്നത് വരെ. ഇങ്ങനെ കണക്ക് പറയേണ്ട കാര്യങ്ങളാണോ ചന്ദ്രേട്ടാ ഇതൊക്കെ? എല്ലാ മനുഷ്യരും മക്കളെ വളർത്തുന്നത് അങ്ങനെയൊക്കെ തന്നെ അല്ലേ? കണക്ക് പറഞ്ഞതല്ല പുഷ്പ. ഇത്രയൊക്കെ പ്രയത്നിച്ച് മക്കളെ വളർത്തിയെടുക്കുന്ന മാതാപിതാക്കൾക്ക് സ്വന്തമായി ചെറിയ ചില ആഗ്രഹങ്ങൾ ഉണ്ടെന്നു കൂടി പറഞ്ഞെന്നേ ഉള്ളൂ. നമ്മളുടെ മക്കൾ എല്ലാരെയും കൊണ്ട് നല്ലത് പറയിപ്പിക്കണം. അവർ പഠിച്ചു വലുതായി ഉന്നതങ്ങളിലെത്തണം. അവരുടെ ജീവിതത്തിലെ ഓരോ സന്തോഷത്തിലും നമ്മളെയും കൂടി കൂട്ടിച്ചേർത്ത് നിർത്തണം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ. അതൊക്കെ ഞങ്ങൾ അച്ഛന്റെ അമ്മയുടെയും കൊച്ചവകാശങ്ങളല്ലേ പുഷ്പ? അത് നിഷേധിക്കുന്നത് നീതികേടല്ലേ? നീ തന്നെ പറ. അതെ, നീതികേടാ. സന്തോഷം, ഇതെങ്കിലും സമ്മതിച്ചല്ലോ.
ഞാൻ എൻ്റെ മക്കളെ എൻ്റെ ഏറ്റവും വലിയ ബലമായിട്ടാ കണ്ടിരുന്നത്. ഇവൾക്കും എനിക്കൊരു തളർച്ച വരുമ്പോ താങ്ങാൻ 3 ആൺമക്കളുണ്ടല്ലോ എന്ന് അഭിമാനത്തോടെ ചിന്തിച്ചിട്ടുണ്ട് ഞങ്ങള്. എന്നിട്ടും എന്നെ ഇവളെയും തിരിഞ്ഞു നോക്കാതെ നാട്ടിലുപേക്ഷിച്ച് 3 ഇവിടെ വന്ന് താമസിച്ചപ്പോ ഞങ്ങളവരെ തള്ളിക്കളഞ്ഞില്ല. ഇവിടെ വലിഞ്ഞു കയറി വന്ന് ഇവരുടെ ജീവിതത്തിൽ ഞാനും ഇവളും ഒരു ബാധ്യതയാകരുതെന്നേ കരുതിയുള്ളൂ. പക്ഷേ എന്നിട്ടും തീർത്തും അന്യരാക്കി ഇവർ ഞങ്ങളെ മാറ്റി നിർത്തുമെന്ന് കരുതിയില്ല പുഷ്പ. അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ചു നോക്ക്. സ്വന്തം മക്കളുടെ വിവാഹമായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം. അത് ഞങ്ങൾ അറിഞ്ഞുപോലുമില്ല. ഓർത്താൽ സഹിക്കുന്നില്ല. അത് എങ്ങനെ സഹിക്കും? നീ തന്നെ പറ. അച്ഛാ, വിഷമിക്കല്ലേ പ്ലീസ്. മുരളിയേട്ടന്റെ സാഹചര്യം അത്രയ്ക്ക് വല്ലാത്തായിരുന്നു. ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോഴാ. നിർത്തണ ന്യായം പറച്ചില്. അച്ഛനെ അമ്മയെ ഒന്ന് ഫോൺ വിളിച്ച് പറയാൻ പറ്റാത്ത എന്ത് സാഹചര്യടാ മുരളിക്കുള്ളത്? നീ പറ, കേക്കട്ടെ ഞങ്ങള്.